നമസ്കാരം. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണ് തുടക്കമാവുകയാണ്. ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ തിരുവനന്തപുരത്ത്. 6 ടീമുകൾ. കഴിഞ്ഞ സീസണിലെ വീറും വാശിയും നമ്മൾ കണ്ടതാണ്. ഇക്കുറി പുതിയ താരങ്ങളുണ്ട്, പുതിയ പേരുകളുണ്ട്, ഒരുപാട് മത്സരങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കേറെ പ്രിയപ്പെട്ട ആളുകൾ ഈ ടൂർണമെൻറ്റിനൊപ്പം ഈ യാത്രയിൽ ചേരുന്നുണ്ട്. മീഡിയ വൺ കഴിഞ്ഞ 2-ാം സീസൺ വളരെ സജീവമായിട്ട് തന്നെ നമ്മളത് റിപ്പോർട്ട് ചെയ്യുകയും വലിയ തോതിൽ പ്രേക്ഷക പിന്തുണ കിട്ടിയതുമാണ്. അപ്പോൾ പ്രേക്ഷകരെ ഇന്ന് നമുക്കൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ വിനോദ് കുമാറാണ്. നമസ്കാരം. 2 സീസൺ, അതും വിജയകരമായിട്ട് പൂർത്തിയാക്കിയ 2 സീസൺ. 3-ാം സീസണിലേക്ക് എത്തുമ്പോൾ കുറേ കൂടി ഈസിയാണ് കാര്യങ്ങളെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. പക്ഷെ അങ്ങനെയല്ല യാഥാർത്ഥ്യം എന്നറിയാം. കാരണം പുതിയ ആളുകൾ വരുന്നുണ്ട്, ആളുകൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3-ാം സീസണിൻ്റെ ഒരുക്കങ്ങൾ എവിടെ വരെ എത്തി? എന്താണ് പുതിയ മാറ്റങ്ങളുണ്ടോ? എന്തൊക്കെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായിട്ടും ആദ്യത്തെ 2 സീസണേക്കാളും നമ്മുടെ ക്രിക്കറ്റ് കാണുന്ന ആൾക്കാർക്ക്, സ്റ്റേഡിയത്തിൽ വരുന്ന ആൾക്കാർക്കും എല്ലാം ഒരു ബെറ്റർ, ഒരു വ്യൂവേഴ്സിന് ഒരു ബെറ്റർ ഒരു ഫീല് കൊടുക്കാനായിട്ടും ഒരു ബെറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ടും ഉള്ള ഒരുക്കങ്ങളാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഈ ആദ്യത്തെ സീസണേക്കാളും വളരെ നല്ലതായിട്ട് സെക്കൻഡ് സീസൺ ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ ഓരോ വർഷവും ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. നമ്മളെക്കാളും വളരെ മുന്നേ സ്റ്റാർട്ട് ചെയ്ത പല സ്റ്റേറ്റ് ലീഗുകളും ഉണ്ട്. ഇപ്പോൾ TNPL പോലെയൊക്കെ 10 വർഷമായ TNPLനേക്കാളും വ്യൂവർഷിപ്പ് നമുക്ക് നമ്മുടെ സെക്കൻഡ് ഇയർ തന്നെ ഉണ്ടായി. അത് നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ അവിടെ മാച്ച് വാച്ച് ചെയ്യാൻ വരുന്നവർക്ക് കൊടുക്കുന്ന ഒരു എക്സ്പീരിയൻസ് കാരണമാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് ഇനിയും ബെറ്ററാക്കുക, കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരിക. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഓണത്തിനിടയ്ക്കാണ് ഈ നമ്മുടെ ടൂർണമെൻറ്റ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഫാമിലി ആയിട്ട് ആൾക്കാർക്ക് വന്ന് 2 മത്സരങ്ങളും, ദിവസവും 2 മത്സരങ്ങളാണുള്ളത്. അപ്പോൾ ഈ 2 മത്സരങ്ങളും ആൾക്കാരവിടെ സ്റ്റേഡിയത്തിൽ തന്നെ ഇരുന്ന് കാണുക. അങ്ങനെ ഒരു ഫസ്റ്റ് മാച്ചിനും സെക്കൻഡ് മാച്ചിനും ഇടയ്ക്ക് അവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ഒരുക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വിശദമായ പ്ലാനുകൾ തന്നെയാണ്. തീർച്ചയായിട്ടും. ഓക്കെ. ഇപ്പോൾ 2 സീസൺ നമ്മൾ മത്സരത്തിൻ്റെ ആളുകൾ ആസ്വദിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ അതിനപ്പുറത്തേക്ക് കേരള ക്രിക്കറ്റിന് KCL നൽകിയ സംഭാവന എന്താണ് എന്നാണ് സെക്രട്ടറിക്ക് പറയാനുള്ളത്? ഏറ്റവും വലിയൊരു കാര്യം നമ്മുടെ പ്ലെയേഴ്സിന് കിട്ടുന്നൊരു വിസിബിലിറ്റി തന്നെയാണ്. അത് ഇപ്പോൾ IPL ആകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് നാഷണൽ സെലക്ടേഴ്സിനൊക്കെ ആകട്ടെ, നമ്മുടെ പ്ലെയേഴ്സ് കുറേ കൂടെ ഫെമിലിയറായി. അപ്പോൾ അത് കാരണം തന്നെ ഈ സെലക്ഷൻ ട്രയലിലും അങ്ങനെ എല്ലാം നമ്മുടെ കളിക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നു. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ KCL കൊണ്ട് കേരള ക്രിക്കറ്റിനുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം നമ്മുടെ പ്ലെയേഴ്സ് കൂടുതൽ വിസിബിളായി. അതുമാത്രമല്ല, ഈ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ നാട്ടിലുള്ളവരുടെ ഇടയിൽ പോലും നമ്മുടെ കളിക്കാർ കൂടുതൽ പരിചിതരായി. നമ്മുടെ ഫസ്റ്റ് സീസൺ വരുമ്പോൾ നമ്മുടെ പ്ലെയേഴ്സിനെ ഒന്നും അധികം ആരും ഐഡൻറ്റിഫൈ ചെയ്യുന്നൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ 3rd സീസണിലോട്ട് എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ സച്ചിൻ ബേബിയോ അല്ലെങ്കിൽ സൽമാൻ നിസാറോ ഈ മുഹമ്മദ് അസറുദ്ദീൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇപ്പോൾ സഞ്ജു സാംസണോളം തന്നെ ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. KCLന് മുമ്പ് ശരിക്കും ഇപ്പോൾ ഒരു സഞ്ജുവോ അല്ലെങ്കിൽ ഒരു ശ്രീശാന്തോ മാത്രമായിരുന്നു ക്രിക്കറ്റ് കാണുന്ന ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നത്. അപ്പോൾ അതൊരു വലിയൊരു ചേഞ്ച് തന്നെയാണ്. ഒരു നമ്മുടെ കളിയെ ഇഷ്ടപ്പെടുന്നവരുടെ ഇടയിലുള്ള ആ ഒരു കളിക്കാരെ കുറിച്ചുള്ള ഒരു പെർസെപ്ഷനും എല്ലാം കൂടുതലായിട്ടുണ്ടായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മൾ ഈ ക്രിക്കറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ കേരള ടീം കളിക്കും, അതിലൊരു ഏതാണ്ട് എല്ലാവരുടെ പേരും അവരുടെ പെർഫോമൻസൊക്കെ നമുക്കൊരു ധാരണയുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് കേരള ക്രിക്കറ്റിൽ വളർന്നു വരുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഒരു 100 പേര് ഞങ്ങൾക്ക് പറയാനുണ്ടാവും. വരുൺ നായനാർ തൊട്ട്, ഏതൻ ആപ്പിൾടോം തൊട്ട്, അഖിൽ സ്കറിയ തൊട്ട്, ആഷിഖ് തൊട്ട്, ബേസിൽ NP തൊട്ട്, അങ്ങനെ ഒരുപാട് പുതിയ താരങ്ങൾ നമ്മൾ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് താരങ്ങൾ നമുക്കിങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു വേദി, അത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. 2-ാം സീസണിൽ നമ്മൾ കണ്ടതാണ്. 3-ാം സീസണിലേക്ക് എത്തുമ്പം ഓപ്ഷനിലും നമ്മൾ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾ ഞെട്ടിച്ചത് സിബിൻ ഗിരീഷ് എന്ന് പറയുന്ന ഒരു താരമാണ്. അപ്പോൾ സിബിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മളിങ്ങനെ തപ്പി പോയ സമയത്ത് ഒരു പക്ഷേ ഒരു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൻ്റെ ഒരു അനുഭവ പരിചയമോ ഒന്നും ഇല്ലാതിരുന്നൊരു താരമാണ്. പക്ഷേ അദ്ദേഹത്തെ 10 ലക്ഷത്തിന് മുകളിൽ
രൂപയ്ക്ക് ഏതാണ്ട് 11.8 ലക്ഷം അല്ലേ, അത്രയും വലിയൊരു എമൗണ്ടിന് അദ്ദേഹത്തെ റാഞ്ചാൻ ടീമുകൾ വന്നിരിക്കുന്നു. ഒരു പക്ഷേ സിബിൻ പോലും ഞെട്ടിപ്പോയിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ താരങ്ങൾക്ക് കളി, അതിനോടൊപ്പം തന്നെ അവർക്ക് വേണ്ട പണം അതും കൂടി ലഭിക്കാനുള്ളൊരു വേദി കൂടിയാണ് അതിൽ കണ്ടത്. അപ്പോൾ അത് ഉണ്ടാക്കിയൊരു മാറ്റം, സാമ്പത്തികമായിട്ട് ക്രിക്കറ്റ് താരങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയൊരു മാറ്റത്തെക്കുറിച്ച് കൂടി എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ ഒരു സ്റ്റേറ്റ് ടീമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു അണ്ടർ-23 ആകട്ടെ അല്ലെങ്കിൽ രഞ്ജി ട്രോഫിയൊക്കെ ആകട്ടെ, അങ്ങനെ ഒരു BCCIയുടെ മത്സരങ്ങൾ കളിക്കുന്നവർക്കാണ് ഒരു ഫിനാൻഷ്യലായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ളത് ക്രിക്കറ്റ് കളിക്കുമ്പോൾ. KCLന് മുന്നേ വരെ അവർക്ക് മാച്ച് ഫീ കിട്ടുന്നു, അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളുണ്ട്. മറ്റുള്ള പ്ലെയേഴ്സ് അവർക്ക് ക്രിക്കറ്റിൽ നിന്ന് ഒരു ഇൻകം ഒന്നും കിട്ടാതെയാണ് അവർ ആ ഗെയിമിനോടുള്ളൊരു സ്നേഹവും അങ്ങനെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ KCL വരുമ്പോൾ മാറിയത് അത് തന്നെയാണ്. അത് ഇതുപോലുള്ള ലീഗുകളുടെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും, ഇപ്പോൾ നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മത്സരം മാത്രമായിട്ട് രീതിയിലല്ല നമ്മൾ കാണുന്നത്. ഒരു സ്പോർട്സ് ഒരു എക്കോസിസ്റ്റമാണ്. കാരണം ഇപ്പോൾ കളിക്കാർക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവണം. അതുപോലെ ഈ നമ്മൾ കാണാത്ത ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ ഗ്രൗണ്ട് സ്റ്റാഫുണ്ട്, ഈ ക്യൂറേറ്റർമാർ, അമ്പയർമാർ, അങ്ങനെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന കളിക്കാരോ 2 അമ്പയർമാരോ ആയിരിക്കും. പക്ഷേ അതിന് പിന്നിൽ 3rd അമ്പയറുണ്ട്, 4th അമ്പയറുണ്ട്. അങ്ങനെ പല ആൾക്കാർക്കും ഇങ്ങനെ ഒരു ഇവൻ്റ് നടക്കുമ്പോഴുണ്ടാകുന്ന ഒരു ബെനിഫിറ്റോ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ഒരു ഫിനാൻഷ്യൽ ഒരു സ്റ്റെബിലിറ്റിയോ അങ്ങനെ ഒരു കാര്യമുണ്ട്. ആ ഒരു എക്കോസിസ്റ്റം വളർന്നു വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ലീഗുകൾക്കും പ്രസക്തി കൂടുന്നത്. അപ്പോൾ അത് കാരണം പിന്നെ ഉണ്ടായിരുന്നൊരു കാര്യം, എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്ലെയേഴ്സ് പലരും അവരുടെ ഒരു അണ്ടർ-23 ഒരു ഏജ് ഗ്രൂപ്പ് ക്രിക്കറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും വിദേശത്ത് പോകുന്നു, അല്ലെങ്കിൽ അവർ ക്രിക്കറ്റ് ഒരു പാർട്ട് ടൈം ഒരു അങ്ങനെ കളിച്ച് കഴിഞ്ഞിട്ട് അവർ മറ്റ് ജോലി നോക്കി പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ കേരള ക്രിക്കറ്റ് ലീഗ് വന്നതിന് ശേഷം പലരും ആ ഒരു പ്രൊഫഷണൽ വേയിൽ തന്നെ ഈ ക്രിക്കറ്റിനെ സമീപിക്കുന്നുണ്ട്. അവരുടെ ഒരു ഏജ് ഗ്രൂപ്പ് ക്രിക്കറ്റ് കഴിഞ്ഞു കഴിഞ്ഞാലും ഇനിയും നമുക്ക് ക്രിക്കറ്റിൽ നിന്ന് ഇനിയും ഇങ്ങോട്ട് കിട്ടാനുണ്ട്, നമുക്ക് അങ്ങോട്ടും ക്രിക്കറ്റിന് കൊടുക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയേഴ്സ് കുറച്ചുകൂടെ പ്രൊഫഷണലായി. കഴിഞ്ഞ ഒരു 2 years കഴിയുമ്പോൾ നമ്മുടെ ഒരു രഞ്ജി ട്രോഫിയോ ഇല്ലെങ്കിൽ അങ്ങനെ ആ ലെവലിൽ കളിക്കുന്ന കളിക്കാർ ചെയ്യുന്നത് പോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ സിബിൻ ഗിരീഷായിട്ട്, അതുപോലെ സിബിൻ ഗിരീഷിനെ 11,80,000 രൂപയ്ക്ക്, അതുപോലെ ഒരു കൃഷ്ണദേവൻ, അയാളാണ് സെക്കൻഡ് ഇത് വന്നത്, 11,20,000. അപ്പോൾ ഇവർ രണ്ടുപേരും കേരളത്തിന് വേണ്ടി സീനിയർ ഒരു മത്സരങ്ങൾ കളിച്ചിട്ടുള്ളവരല്ല. ഇവർ രണ്ടുപേരും ഏജ് ഗ്രൂപ്പ് ക്രിക്കറ്റിലും സ്റ്റേറ്റ് റെപ്രസെൻ്റ് ചെയ്തവരുമല്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളൊരു ആസ്പയർ ചെയ്ത് വരുന്ന കളിക്കാർക്ക് ഇതൊരു പ്രതീക്ഷയും കൂടാണ്, നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നും ഇതുവഴി നമുക്ക് IPL പോലെയുള്ള അങ്ങനെ ഒരു ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയും കൂടാണ്. അപ്പോൾ ഒരു ഏജ് ഗ്രൂപ്പ് ക്രിക്കറ്റ് കഴിഞ്ഞാലും ഇനിയും ക്രിക്കറ്റ് ഉണ്ട്, നമുക്കിനിയും പ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ ഏജ് അതിനൊരു പ്രോബ്ലം അല്ല എന്നൊക്കെ ഉള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണത്തെ ഓപ്ഷനിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം അതാണ്. രണ്ടുപേരും നമ്മുടെ സീനിയർ ആയിട്ടുള്ള പല പ്ലെയേഴ്സിനേക്കാളും കുറച്ച് അക്കംപ്ലിഷ് ആയിട്ടുള്ളവരെക്കാളും ഇത്രയും വലിയ ഒരു തുകയ്ക്ക് ഇത് എടുത്തു എന്നുള്ളതാണ്. മാത്രമല്ല, ഏതാണ്ട് 39 വയസ്സ് കഴിഞ്ഞ് 40 വയസ്സിലേക്ക് എത്തുന്ന വിനോദ് കുമാർ എന്ന് പറയുന്ന ഒരു താരത്തെയും നമ്മൾ ഇത്തവണ ഓപ്ഷനിൽ വലിയ വാശിയോടെ ടീമുകൾ വിളിച്ചെടുക്കുന്നത് കണ്ടു. അപ്പോൾ പ്രായം ഒരു തടസ്സമേ അല്ല. ഈ പറഞ്ഞതുപോലെ എവിടെ ക്രിക്കറ്റ് ഉള്ളിലുണ്ടോ അതിന് വേദിയുണ്ട്, അതിന് പറ്റുന്ന ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ട് എന്നുള്ള ഒരു കൃത്യമായ അടയാളം തരികയാണ് KCL. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ആദ്യ സീസൺ കഴിഞ്ഞ സമയത്ത് നമ്മുടെ കുറേ താരങ്ങൾ IPLൻ്റെ ലേല പട്ടികയിൽ വന്നു. കഴിഞ്ഞ സീസണിൽ പേരുകൾ വന്നു, പക്ഷേ പിക്ക് ചെയ്യുന്നതിൽ ആദ്യ സീസണിൽ ഉണ്ടായിരുന്ന അത്ര നമ്മൾ കണ്ടില്ല. ശ്രീ കിരൺ മോറെ ഉൾപ്പെടെയുള്ള ആളുകൾ ട്രിവാൻഡ്രത്ത് വന്ന് ക്യാമ്പ് ചെയ്ത് നമ്മുടെ താരങ്ങളുടെ പെർഫോമൻസ് വാച്ച് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇത്തവണ അതിന് കുറെ കൂടി ശ്രദ്ധ കൊടുക്കാൻ KCA എന്താണ് ചെയ്യുന്നത്? കുറെ കൂടി സെലക്ടർമാരെ കൊണ്ടുവരാനും കൂടുതൽ വിസിബിലിറ്റി നമ്മുടെ കയ്യിലുമുണ്ട് ഇങ്ങനെയുള്ള താരങ്ങളെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള പ്ലാൻ എന്തെങ്കിലും നമ്മളുണ്ടാവും? അല്ല, എനിക്ക് തോന്നുന്നു അതിന് പ്രത്യേക ഒരു പ്ലാൻ്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ ലീഗ് ഇങ്ങനെ പോപ്പുലർ ആകുമ്പോഴും ഈ കൂടുതൽ വ്യൂവർഷിപ്പ് വരുമ്പോഴും അതുപോലെ തന്നെ ഈ ചില കളിക്കാരെ ശ്രദ്ധ പിടിച്ച് പറ്റുമ്പോഴും നമ്മുടെ ഭാഗത്തുനിന്നൊരു വലിയ എഫേർട്ടായിട്ട് നിങ്ങളിങ്ങോട്ട് വരൂ എന്ന് പറയാതെ തന്നെ കൂടുതൽ ടീമുകൾ IPL ഫ്രാഞ്ചൈസികളും എല്ലാം ഇങ്ങോട്ട് നമ്മുടെ അടുത്ത് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത് കാണാനായിട്ടുള്ള വാച്ച് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ചോദിച്ചിട്ടും
അവർക്ക് അവരുടെ അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുമൊക്കെ നമുക്കിങ്ങോട്ട് ഇത് വരുന്നുണ്ട്. അതാണ് ഈ ലീഗ് പോപ്പുലർ ആകുമ്പോഴോ അല്ലെങ്കിൽ അതിനൊരു ഒരു നല്ലൊരു കോമ്പറ്റീറ്റീവ് ആണെന്നുള്ളൊരു ഒരു പേര് വരുമ്പോഴോ സ്വാഭാവികമായിട്ടും നമ്മളിങ്ങോട്ട് തേടിയെത്തും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ നമ്മുടെ ലീഗിനെ വളരെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക, വളരെ പ്രൊഫഷണലായിട്ട് കണ്ടക്ട് ചെയ്യുക, കളിക്കാർക്ക് അവരെ കംഫർട്ടബിൾ ആക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ എന്താണ് ഇങ്ങോട്ട് തേടിയെത്തും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഇയറിനേക്കാളും കൂടുതൽ ആൾക്കാർ സ്കൗട്ട്സ് വാച്ച് ചെയ്യാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ അതിനേക്കാളും ഉറപ്പായിട്ടും കൂടുതൽ വരും, അതിന് യാതൊരു സംശയവും വേണ്ട. ഇത് താരങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും സ്വാഭാവികമായിട്ട് വേണം. ഞാൻ മനസ്സിലാക്കിയത് വലിയ തോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പീക്കിലേക്ക് നമ്മളിപ്പം എത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് പുതിയ പ്രൊജക്റ്റുകൾ ആ തരത്തിൽ? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, കേരള ക്രിക്കറ്റ് അസോസിയേഷന് സ്വന്തമായ ഒരു സ്റ്റേഡിയം എന്നുള്ള ആഗ്രഹമുണ്ടല്ലോ. നമ്മൾ പല മത്സരങ്ങളും നമുക്ക് കിട്ടാതെ പോകുന്നതും ഒക്കെ അതിൻ്റെ ഒരു കാരണമായിട്ടുണ്ട്. അപ്പോൾ സ്വന്തമായ ഒരു സ്റ്റേഡിയം, അതോടൊപ്പം തന്നെ പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ എന്തൊക്കെയാണ് നമ്മളിനി നടത്തുന്നത്? KCAയുടെ ഒരു വിഷൻ 2020 എന്നൊരു ഡോക്യുമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അന്ന് നമ്മളൊരു എൻവിസേജ് ചെയ്തിരുന്നത് എല്ലാ ജില്ലയിലും ഒരു ഫസ്റ്റ് ക്ലാസ് സ്റ്റേഡിയം, ഒരു രഞ്ജി ട്രോഫി ലെവലിൽ വരെ കളിക്കാൻ പറ്റുന്ന ഗ്രൗണ്ടുകൾ വേണം എന്നുള്ളതായിരുന്നു. അതിപ്പോൾ ഏകദേശം എല്ലാ ജില്ലകളിലും ആയിട്ടുണ്ട്. തൃശ്ശൂർ ഇല്ല, കോഴിക്കോടും അതായിട്ടില്ല, ബാക്കി മിക്കവാറും എല്ലാ ജില്ലകളിലും ആയിട്ടുണ്ട്. ഇപ്പോൾ കൊല്ലത്ത് നമ്മുടെ ഒരു സ്റ്റേഡിയത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, കൊല്ലത്ത് എഴുകോണിൽ. അത് KCAയുടെ സ്വന്തം സ്ഥലം, ലാൻഡ് മേടിച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. പാലക്കാട് മലബാർ ദേവസ്വമായിട്ട് ഒരു എഗ്രിമെൻ്റ് ചെയ്തിട്ട്, ലീസ് എഗ്രിമെൻ്റ് വെച്ചിട്ട് 33 years എഗ്രിമെൻ്റാണ്. അവിടെ ഒരു ട്വിൻ ഗ്രൗണ്ട് പോലെ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മുടെ ഇവിടെ എറണാകുളത്ത് ശ്രീശങ്കര കോളേജുമായിട്ട് ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്യുന്നുണ്ട്. ഒരു 33 years ക്രിക്കറ്റ് സ്റ്റേഡിയം ഡെവലപ്പ് ചെയ്യാനായിട്ട് കോളേജിൻ്റെ ക്യാമ്പസിൽ. ഇതാണ് ഇനി വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. തൃശ്ശൂർ നമ്മൾ ലാൻഡിന് വേണ്ടിയിട്ട് പത്രത്തിൽ അഡ്വർടൈസ്മെൻ്റ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് സ്ഥലങ്ങൾ വന്നിട്ടുണ്ട്. അതിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോടും നമ്മൾ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളായിട്ടൊക്കെ ടൈപ്പിനായിട്ട് ചെയ്യുന്നുണ്ട്. ഈ കാലിക്കറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുമായിട്ട് ഒരു ധാരണ ഇതാകാനായിട്ടുണ്ട്. അപ്പോൾ അതിന് ഗവൺമെൻറ്റിൻ്റെ അനുമതി കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് ഒരു GO ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സ് നടക്കണം. അതിൻ്റെ എഗ്രിമെൻ്റൊന്നും ആയിട്ടില്ല. തത്വത്തിൽ അതൊരു എഗ്രി ചെയ്തിട്ടുണ്ട്, ഒരു ഗ്രൗണ്ട് ചെയ്യാനായിട്ട്, ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് ചെയ്യാനായിട്ട്. ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് ക്ലാസ് ഒരു സ്റ്റേഡിയങ്ങളുടെ ജില്ലകളിലുള്ള ഒരു സ്ഥിതി ഇപ്പോഴതാണ്. ഇത് കൂടാതെ നമ്മൾ ഈ കൊച്ചിൻ എയർപോർട്ടിന് അടുത്തായിട്ട് നമ്മളൊരു സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതുപോലെ പത്രത്തിൽ അഡ്വർടൈസ്മെൻ്റ് എല്ലാം കൊടുത്തിട്ട് വന്ന ഒരു സ്ഥലമുണ്ട്. അത് നമ്മളത് മേടിച്ചിട്ടില്ല. അതിൻ്റെ ബാക്കിയുള്ള ഈ ഗവൺമെൻറ് അപ്രൂവൽ പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മേടിക്കാനായിട്ടുള്ള ഒരു സ്ഥിതിയിലാണ്. അതിൻ്റെ ലീഗൽ സ്ക്രൂട്ടണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻ്റർനാഷണൽ സ്റ്റേഡിയമാണ്. അതെ, അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് വേണ്ടി. അതായിരിക്കും ഒരു പക്ഷേ യാഥാർത്ഥ്യമായാൽ KCAയുടെ ആദ്യത്തെ അന്താരാഷ്ട്ര സ്റ്റേഡിയം. അതെ, തീർച്ചയായിട്ടും. കുറേ കാലമായി അതില്ലാത്തതിൻ്റെ ഒരു വിഷമം നമുക്കുണ്ട്. അപ്പോൾ അത് അധിക കാലമില്ലാതെ അത് മാറിക്കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മറ്റ് എല്ലാ മേഖലകളിലും വളരെ നല്ലവണ്ണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നമ്മൾ ലാക്ക് ചെയ്യുന്നൊരു കാര്യം സ്വന്തമായിട്ടുള്ളൊരു സ്റ്റേഡിയമാണ്. മറ്റുള്ള എല്ലാ നല്ലവണ്ണം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് അസോസിയേഷനുകൾക്ക് സ്വന്തമായിട്ട് ഉള്ളൊരു സ്റ്റേഡിയമുണ്ട്. അത് സ്വന്തമായിട്ടൊരു സ്റ്റേഡിയം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ ഒരു ലീസ് പോലെയോ അല്ലെങ്കിൽ നമ്മളൊരു തൽക്കാലത്തേക്കൊക്കെ ചെയ്ത് കളിക്കുന്നതിനേക്കാളും നമ്മുടെ പ്രോഗ്രാംസ് കൂടുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. കാരണം എപ്പോഴും ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം കുറച്ചുകൂടെ ക്രിക്കറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൂടുതൽ വേണം. അതിപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ കൊച്ചിയിൽ JNISൽ ചെയ്യുമ്പോഴോ ഇപ്പോൾ ഗ്രീൻഫീൽഡിലായാലും അത് കുറച്ച് ലാക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു കുറവ് സ്വന്തമായിട്ടുള്ളൊരു സ്റ്റേഡിയം വന്നു കഴിയുമ്പോൾ അത് മാറിക്കിട്ടും. ഈ നൂലാമാലകളൊക്കെ മാറി സ്ഥലം കയ്യിൽ കിട്ടിയാൽ എത്ര കാലം കൊണ്ട് സ്റ്റേഡിയം പൂർത്തിയാക്കാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്? നോർമലി ഒരു 3-4 years ആണ് ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിന് ബിൽഡ് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈം.
അപ്പോൾ നമ്മുടെ ആവശ്യം അത് എത്രയും പെട്ടെന്ന് ആകുക എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ 2030 കൂടി നമുക്ക് സ്വന്തമായിട്ട് ഒരു സ്റ്റേഡിയം ഉണ്ടാകട്ടെ നമ്മൾ കാത്തിരിക്കുകയാണ്. കാരണം പല സ്ഥലങ്ങളിൽ നമ്മൾ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായി ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ യാത്ര ചെയ്യുമ്പോഴും അവർക്ക് അവരുടേതായിട്ടുള്ള സ്വന്തം സ്റ്റേഡിയത്തിലാണ് കളി എന്ന് പറയുമ്പോൾ നമുക്കിതില്ലാതെ പോയല്ലോ എന്നുള്ള ഒരു സാധാരണ രീതിയിലൊരു ക്രിക്കറ്റ് ആസ്വാദകൻ എന്നുള്ള രീതിയിലുള്ളൊരു വിഷമം കൂടിയാണ്. അപ്പോൾ അത് മാറുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, KCLലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി തിരിച്ചു വന്നാൽ KCLൻ്റെ ഭാഗമായി നമ്മൾ വനിതാ ക്രിക്കറ്റ് ലീഗ് കൂടി നമ്മൾ ഒരു സാധ്യത കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നല്ലോ. അത് ഇത്തവണ യാഥാർത്ഥ്യമാകുന്നുണ്ടോ, അതല്ല അത് കുറച്ചുകൂടെ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ടോ? ഇല്ല, അതിന് നമ്മൾ ഒരു സീസൺ കൂടെ കാത്തിരിക്കേണ്ടി വരും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സീസൺ സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ ഈ ടൂർണമെൻറ്റും KCLലും ഇത് ഓൾമോസ്റ്റ് ഒരേ സമയത്ത് തന്നെ നടക്കണമായിരുന്നു. അപ്പോൾ ഒരു ബ്രോഡ്കാസ്റ്റിങ്ങിനുള്ളൊരു ഇഷ്യൂ ഉണ്ട്. ഇത്രയും നമ്പർ ഓഫ് ഡേയ്സ് നമുക്ക് ഫ്രീ ആയിട്ട് വരണമല്ലോ ഈ ടൂർണമെൻറ്റിനായിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് സൗകര്യത്തിന് അത് കിട്ടാഞ്ഞിട്ടാണ്. പക്ഷേ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർഷം തോറും ഈ നമ്മുടെ വിമൻ ക്രിക്കറ്റേഴ്സിനായിട്ടൊരു പിങ്ക് ടൂർണമെൻറ്റ് നടത്തുന്നുണ്ട്. ഒരു 2020 ഫോമാറ്റിലുള്ള പിങ്ക് എന്ന് പറയുന്ന ടൂർണമെൻറ്റ് ഇപ്പോൾ 4 വർഷത്തിൽ മേലെയായി ഇപ്പോൾ നടക്കുന്നു. നമ്മളിപ്പോൾ ഈ പിങ്ക് ടൂർണമെൻറ്റ് അത് 6 ടീമുകളാണ് പങ്കെടുക്കുന്നത്. അത് സെലക്റ്റഡ് പ്ലെയേഴ്സിനെ വെച്ചിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ അതിനെ വീണ്ടും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഒരു 4 ടീമാക്കിയിട്ട് ഒരു 4 ടീമാക്കി അവരെ നമ്മൾ ശരിക്കും ഈ KCLൻ്റെ അതേ രീതിയിൽ 4 ഈക്വലി സ്ട്രോങ് ആയിട്ടുള്ള ടീമാക്കിയിട്ട് നമ്മുടെ ഇതേ ഒരു 4 ടീം എല്ലാവരും തമ്മിൽ 2 തവണ കളിക്കുന്നു. അങ്ങനെ ഒരു ഫോമാറ്റിൽ ഇവിടെ മംഗലപുരം ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഈ KCLന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് ശേഷം നമ്മുടെ BCCI മത്സരങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് അത് നടത്താനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ശരി, ഇപ്പോൾ 6 ടീമുകളാണ് KCLലുള്ളത്. ഭാവിയിൽ അത് കൂടുന്നതിനെക്കുറിച്ചോ പുതിയ ഫ്രാഞ്ചൈസികൾ പുതിയ ടീമുകൾ രംഗത്ത് വന്ന് അതിൻ്റെ ചർച്ചകളൊക്കെ ഏതെങ്കിലും ഘട്ടത്തിലുണ്ടായിരുന്നോ? സ്വാഭാവികമായിട്ടും ടീമുകളുടെ എണ്ണം കൂടും. നമുക്ക് ശരിക്കും എൻക്വയറീസ് വരുന്നുണ്ട്. പക്ഷേ നമ്മളത് വെയിറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ലീഗിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, ഒരു പ്ലേയിങ് ഒരു സ്റ്റാൻഡേർഡുണ്ട്. ഇതൊരിക്കലും താഴെ പോകാതെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമാണ് ഈ ലീഗ് നല്ലതാണെന്നുള്ളൊരു പേരുണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ടീമിൻ്റെ എണ്ണം കൂടുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് കുറയാൻ പാടില്ല. അപ്പോൾ അതും കൂടെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്ലാൻ ചെയ്യുന്നത്. ഒരു 2 വർഷത്തിനുള്ളിൽ നമ്മുടെ ഒരു അഡീഷണൽ ടീംസ് വരിക എന്നുള്ളതാണ് നമ്മുടെയും. ഈ ലീഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അങ്ങനെയായിരുന്നു പ്ലാൻ. ഒരു 5th ഇയറോടൊക്കെ എത്തുമ്പോൾ നമ്മൾ കൂടുതൽ ടീമുകൾ ആഡ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അടിസ്ഥാന ഒരു ലെവലിൽ നമ്മൾ കുറേ പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. ക്യാമ്പുകളും അങ്ങനെ നമ്മുടെ ഇനി അപ്കമ്മിങ് പ്ലെയേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്ത് നമ്മുടെ ബേസിനെ സ്ട്രോങ് ആക്കുന്നുണ്ട്. നമ്മുടെ പ്ലെയർ പൂൾ വലുതാകണം. അങ്ങനെ വലുതായാൽ മാത്രമാണ് നമുക്ക് ടീമിനെ ആഡ് ചെയ്യുന്നതിൽ അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ വ്യൂവർഷിപ്പ് താനെ കുറയും. ആൾക്കാർക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ ഇതിലുള്ള ഇൻട്രസ്റ്റ് പോകും. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മളിപ്പം എന്താ പറയുക, ടീമുകളുടെ ഫാൻസിനെ സംബന്ധിച്ച് അവർക്കൊരു വിഷമമുള്ളത് ട്രിവാൻഡ്രത്ത് മാത്രമാണ് കളി, എന്തുകൊണ്ട് ഞങ്ങളുടെ പട്ടണത്തിലേക്ക് വരുന്നില്ല. ഒരു പക്ഷേ ബ്രോഡ്കാസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ കൊണ്ട് തന്നെ അത് പരിമിതമായിട്ടുള്ള പ്രശ്നമുണ്ട്. പക്ഷേ അതേ സമയത്ത് ടീമുകൾ അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ പരിശീലന മത്സരങ്ങൾ ഉൾപ്പെടെ അതാത് നഗരങ്ങളിൽ നടത്തുക, കുറേ കൂടി ഇത് ഞങ്ങളുടെ ടീമാണ് എന്നുള്ള തോന്നൽ അവരിലുണ്ടാക്കുക, ആ തരത്തിലുള്ള പുതിയ എന്തെങ്കിലും പ്രൊജക്റ്റ് വേണമെന്ന് ടീമുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെയും ഒരു പ്ലാനിങ് അങ്ങനെ തന്നെയാണ്. ഇത് ഇനി വരും സമയങ്ങളിൽ ഇത് കൂടുതൽ വെന്യൂസിലോട്ട് ഇതിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ലീഗിനെ. അങ്ങനെ വന്നാലാണ് ഈ ലീഗ് കൂടുതൽ പോപ്പുലർ ആവുള്ളൂ. പക്ഷേ നമുക്ക് അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. ഇപ്പോൾ ലൈറ്റ്സിൽ കളിക്കാനായിട്ടുള്ളൊരു സൗകര്യം വേണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇപ്പോൾ ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ മാത്രമായിരുന്നു നമുക്കിവിടെ ലൈറ്റ്സ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് മംഗലപുരത്ത് സ്റ്റേഡിയത്തിലും അതുപോലെ ആലപ്പുഴയിൽ SD കോളേജിലും വയനാട് കൃഷ്ണഗിരി സ്റ്റേഡിയത്തിലുമാണ് ഇനിഷ്യലി ഈ 3 സ്ഥലങ്ങളിൽ നമ്മൾ ലൈറ്റ്സ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഈ ആലപ്പുഴയിലും ട്രിവാൻഡ്രത്തും ഓൾറെഡി അത് കഴിഞ്ഞു. വയനാട് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഓണത്തിൻ്റെ സമയത്തോടു കൂടി ലൈറ്റ്സിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ആദ്യം വരണം. ഈ നൈറ്റിൽ മാച്ചസ് കളിക്കാനുള്ള സൗകര്യം വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നമ്മൾ മറ്റ് വെന്യൂസിലോട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതെന്തായാലും ഉണ്ടാവും. കാരണം അത് അങ്ങനെ ഉണ്ടായാൽ മാത്രമാണ് കുറച്ചുകൂടെ ഫാൻസിന് കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കോഴിക്കോട് നമ്മുടെ ഫ്രാഞ്ചൈസി ഉണ്ട്. പക്ഷേ കോഴിക്കോട് ഫ്രാഞ്ചൈസി
അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ട്രിവാൻഡ്രം വരെ വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതെ, അതെ. നേരത്തെ മഹേഷ് പറഞ്ഞ പോലെ ഈ എന്താണ് ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ഗ്രൗണ്ട്സിൽ ചെയ്യുന്നതിനുള്ളൊരു ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ട്. അപ്പോൾ അത് പക്ഷേ നമുക്ക് ഓവർകം ചെയ്യാവുന്നതാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിലാണ് നമുക്ക് ധൈര്യമായിട്ട് ഭാവിയിൽ അങ്ങനെ വന്നേക്കാമല്ലോ, വരും. അത് വരും എന്നുള്ളതാണ് നമ്മുടെയും പ്ലാൻ. അങ്ങനെയാണ് അത്. എല്ലാം ഒരു ഒറ്റയടിക്ക് അങ്ങോട്ട് നടത്തിയെടുക്കുക എന്നുള്ളതല്ല, നമ്മൾ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഈ ലീഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ KCA അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ T20 കളർ ഡ്രസ് വൈറ്റ് ബോൾ, അതുപോലെ ലൈവ് ഒരു സ്ട്രീമിംഗ് ഒക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഒരു പ്രസിഡൻസ് കപ്പ് എന്ന് പറഞ്ഞിട്ട് ടൂർണമെൻ്റ് ഉണ്ട്. പിന്നെ NSK ട്രോഫി, അതുപോലെ ഒരു ക്ലബ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫോമാറ്റിൽ കൂടുതൽ കളിച്ച് അല്ലെങ്കിൽ ലൈവ് സ്ട്രീമിങ്ങിലൊക്കെ ഒരു പ്ലെയേഴ്സും ഫെമിലിയർ ആവണമല്ലോ. അപ്പോൾ അങ്ങനെ ആവുകയും അങ്ങനെ ഒരു ഗ്രൗണ്ട് വർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ KCL എന്ന് പറയുന്ന ഒരു ടൂർണമെൻറ്റിലോട്ട് എത്തിയത്. അതുപോലെ അതിനെ ഒരു പ്ലാൻ ചെയ്ത് നമ്മൾ ഗ്രാജുവലി ഇത് കൊണ്ടുവരണം അങ്ങോട്ട്. അവസാനമായി ഇത്തവണ ഫാൻസിന് വേണ്ടി കളി നടത്തിയല്ലോ അല്ലേ? അതെ. അതൊരു പുതിയ കാഴ്ച. കാരണം ഫുട്ബോൾ എന്താ പറയുക, മൈതാനത്തൊക്കെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട് ഫാൻസിൻ്റെ. പക്ഷേ ക്രിക്കറ്റ് രംഗത്ത് ഇങ്ങനെ ഒരു ലീഗിൻ്റെ ഭാഗമായി ഫാൻസിന് വേണ്ടി അത് വളരെ സക്സസ്ഫുൾ ആണ്. ഇപ്പോൾ കോഴിക്കോടും അതുപോലെ തന്നെ തിരുവനന്തപുരത്തൊക്കെ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു, വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു കളി കാണാൻ. ആൾക്കൂട്ടം മാത്രമല്ല, നമ്മളൊരു 32 ടീമുകളെയാണ് ഓരോ സ്ഥലത്ത് ഉദ്ദേശിച്ചിരുന്നത്. ഇപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ ടീമിന് എൻട്രിക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡേഷന് എനിക്ക് വരെ വിളി വരുന്നുണ്ടായിരുന്നു. ഈ പണ്ട് കളിച്ചിരുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മുടെ ടീമിനെയും കൂടെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓൾറെഡി 32 ആയിപ്പോയി. നമുക്ക് കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ലായിരുന്നു. അടുത്ത തവണ അതൊരു ചലഞ്ചാണ്, കുറെ കൂടി ടീമുകൾ. നമ്മൾ ഇത് മാത്രമല്ല, നമ്മൾ ഇനിയും ഈ ക്രിക്കറ്റ് അങ്ങനെ കുറച്ചുകൂടെ ഗ്രാസ് റൂട്ടിലോട്ട് വരാനായിട്ട് ഇപ്പോൾ ഫാൻ ലീഗ് നടത്തുന്നത് തീർച്ചയായിട്ടും ഒരു ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർക്ക് അവരുടെ ഒരു എൻജോയ്മെൻറ്റ് കൂടെ വേണം. പക്ഷേ ഇത് കൂടാതെ നമ്മളിപ്പോൾ സ്കൂൾസ് ഒരു ക്രിക്കറ്റ് ഇത് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സ്കൂളുകളിൽ കുറച്ചുകൂടെ ഒരു ആക്ടിവിറ്റി വരണം. ഇപ്പോൾ ഉള്ളതെല്ലാം ഈ ഏജ് ഗ്രൂപ്പ് ക്രിക്കറ്റാണുള്ളത്. ഈ പണ്ടൊക്കെ ഈ ഇൻ്റർ സ്കൂൾ ടൂർണമെൻറ്റുകൾ ധാരാളം ഉണ്ടായിരുന്നു, എല്ലാ ജില്ലകളിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വളരെ കുറഞ്ഞു വന്നു. അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് മുന്നിൽ കാണുന്നുണ്ട്. അതെ, നമ്മൾ അങ്ങനെ ഒരു സ്കൂളുകൾ തമ്മിലുള്ള സ്കൂൾസ് ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളൊരു നെക്സ്റ്റ് ഇയർ മുതലെങ്കിലും ചെയ്യാനായിട്ട് ഒരു പദ്ധതി ഇടുന്നുണ്ട്. വലിയ വിപ്ലവകരമായിട്ടുള്ള കാര്യമായിരിക്കും. കാരണം നമുക്കറിയാം, ഇപ്പോൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഓപ്പറേഷൻ തൂഫാൻ, കുട്ടികളുടെ ഭാവി നമുക്കറിയാം ലഹരിക്ക് അടിപ്പെട്ടു പോകുന്നൊരു KCA തന്നെ പല ഇനിഷ്യേറ്റീവ് അക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പം അത് വലിയ തോതിൽ ലാർജർ സ്കെയിലിൽ തന്നെ നടത്തണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എല്ലാ ജില്ലയിലും ഇനിഷ്യലി നമ്മൾ കുറച്ച് സെലക്റ്റഡ് സ്കൂൾസിന് നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ടീമുകൾ ഉള്ളൊരു അങ്ങനെ വെച്ചിട്ടൊരു ക്വാളിറ്റി ഒരു ടൂർണമെൻ്റാണ്. അപ്പോൾ അത് ഗ്രാജുവലി അത് സ്പ്രെഡ് ചെയ്ത് കൂടുതൽ നമ്പേഴ്സ് കൂട്ടാനായിട്ടാണ് പ്ലാനുള്ളത്. ശരി, നമ്മൾ ഈ സ്പോർട്സ് ചെയ്യുന്ന അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകൾ പലപ്പോഴും KCA അല്ലെങ്കിൽ KFA പോലുള്ള സംഘടനകളെ കാര്യമായി വിമർശിക്കാറുണ്ട്. ഞാൻ തന്നെ KCA റിലേറ്റഡ് ആയിട്ട് അറിയാലോ, പലപ്പോഴും നമ്മൾ കാണുന്നതും പരിചയപ്പെടുന്നതൊക്കെ ആ തരത്തിലുള്ള വിമർശനങ്ങളിലൂടെയാണ് പലപ്പോഴും. പക്ഷെ അതിനപ്പുറത്തേക്ക് കുറെ കൂടി അടുത്തറിയുമ്പോൾ അല്ലെങ്കിൽ കുറെ കൂടി കാര്യങ്ങൾ KCL സെക്കൻഡ് സീസണിൽ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്രയേറെ എഫേർട്ട് ഇതിനിടുന്നുണ്ടല്ലോ എന്നുള്ളതൊക്കെ നമ്മളും തിരിച്ചറിയുന്നത്. അപ്പോൾ ആ തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത് കേരളത്തിലെ ക്രിക്കറ്റിൻ്റെ വളർച്ചയ്ക്ക് സ്വാഭാവികമായും ഞങ്ങൾക്ക് കൂടി അതിൻ്റെ മാനസികമായി പൊരുത്തപ്പെടാൻ പറ്റുന്ന സാഹചര്യം കൂടിയാണ്. എന്തായാലും KCL 2ാം സീസൺ ഗംഭീരമായി പൂർത്തിയാക്കി അതിൻ്റെ പാർട്ടാവാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. 3ാം സീസണിലേക്ക് എത്തുമ്പോൾ മീഡിയ വണ്ണും കുറേ കൂടി കരുതലോടെ, കുറേ കൂടി ആവേശത്തോടെ അതുണ്ടാകും. എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. സക്സസ് ആവട്ടെ 3rd സീസൺ. താങ്ക് യു.